ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കർണാടകയിലെ നമ്മുടെ എളിയരായ പ്രവർത്തകന്മാർ പറഞ്ഞു, കേരളത്തിൽ ഈ 2 യാത്ര നടത്തി കേരള യാത്ര മഹാനവറുകൾ. അതോടുകൂടി രണ്ടാമത്തെ കേരള യാത്രയോടുകൂടി കേരളം പൂർണ്ണമായും സംശുദ്ധമായി, യാതൊരു നിലക്കുള്ള ഒരു എതിർപ്പുമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വാ പ്രവർത്തന പ്രബോധനങ്ങൾക്ക് കേരളം വളക്കൂറുള്ള മണ്ണായി മാറിയെങ്കിൽ കർണാടകയിലും ഒരു ചെറിയ ഡോസ് ഉസ്താദിന്റെ യാത്രയിലൂടെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് കരളിന്റെ കഷ്ണങ്ങളാകുന്ന ആത്മാർത്ഥമായി എ പി ഉസ്താദിനെ സ്നേഹിക്കുന്ന കർണാടകയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഉസ്താദിനോട് ആവശ്യപ്പെട്ടു. 1, 2, 3 ദിവസം കർണാടകയിലേക്ക് ഒരു യാത്ര നടത്തണം. ഉസ്താദ് പറഞ്ഞു, എന്താ 3 ദിവസത്തിന്റെ യാത്ര? ചുരുങ്ങിയ ഒരാഴ്ചയുടെ യാത്ര. ഇൻഷാ അല്ലാഹ് കർണാടക യാത്ര ഞാൻ നടത്താൻ പോവുകയാണ്. കേരളത്തിലെയും കർണാടകയിലും എല്ലാ ഉലമാക്കളും സാദാത്തുക്കളും അണിനിരന്നുകൊണ്ട് കർണാടക ചരിത്രത്തിലില്ലാത്തൊരു പുതിയൊരു അധ്യായം കുറിക്കാൻ മഹാനരായ ഖമറുൽ ഉലമ എ പി ഉസ്താദ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഈ അടുത്ത് ഇലക്ഷൻ നടന്നു. ഇലക്ഷന് മുമ്പ് ഒരുപാട് പത്രമാധ്യമങ്ങളുടെ പ്രവർത്തകന്മാർ ഉസ്താദിന്റെ പിന്നാലെ പോയി ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഒരു വാക്ക് പറയിപ്പിച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ വാർത്താ ചാനലുകളുടെയും പത്രമാധ്യമക്കാരുടെയും മറു ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരേ ഒരു ചോദ്യം: ഇന്ത്യയിൽ ഇന്നയാൾ പ്രധാനമന്ത്രിയായാൽ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയായാലും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും സാദാത്തുക്കളും പ്രവർത്തകരും അവർ ഏറ്റെടുക്കുമെന്ന് മറുപടി പറഞ്ഞു. കാലം കാത്തിരുന്നില്ല സഹോദരങ്ങളെ. ഇലക്ഷൻ കഴിയലോടുകൂടി എല്ലാ പത്രം മാധ്യമ മീഡിയകളും എല്ലാ ബുദ്ധിരാക്ഷസന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരും അടിവരയിട്ട് പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ ബുദ്ധിജീവിക്ക് പറയാൻ കഴിയാത്ത മറുപടി കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം ഉസ്താദിന്റെ മറുപടി ഇലക്ഷന്റെ റിസൾട്ട് വരലോടുകൂടി ലോകം അതിന് അക്കമിട്ട് മറുപടി പറഞ്ഞു. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിയായിരുന്നു. ആർക്കും ഇപ്പൊ ഒന്നും പറയാനില്ല. മോഡിയല്ല, ഇനി ഏത് പ്രധാനമന്ത്രിയായാലും ഞങ്ങൾ സ്വീകരിക്കും. അത് സെക്കുലർ രാഷ്ട്രത്തിനോട് കാണിക്കുന്ന ഇന്ത്യൻ മുസ്ലിമുകളുടെ പ്രതിബദ്ധതയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും വിരൽ കടിച്ചിരുന്നു. എന്തൊരു മറുപടിയായത്! മോഡി പ്രധാനമന്ത്രിയാണെന്ന് വന്ന് റിസൾട്ട് പുറത്തു വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും മാളത്തിൽ ഒളിച്ചപ്പോൾ തല ഉയർത്തി നടക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു നേതാവ് ഖമറുൽ ഉലമ എ പി ഉസ്താദ് അവർകളാണ്. എവിടെയും ഒരാളുടെ മുന്നിലും ഒരു മറുപടിക്കും ഒരു നിലക്കും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നേരത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും പറഞ്ഞതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ദഅവയ്ക്ക് വേണ്ടി ആധുനിക കാലഘട്ടത്തെ എങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ നടപ്പിലാക്കണം, പ്രവർത്തിക്കണമെന്ന് ലോകത്തൊട്ടുക്കും നടപ്പിലാക്കാൻ മഹാനരായ എ പി ഉസ്താദിനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു നിയോഗിച്ചാൽ പിന്നെ ആര് തടുത്തിട്ടും കാര്യമില്ല. നമ്മളൊക്കെ കൂട്ടത്തിൽ കൂടിക്കൊടുത്ത് അതിന്റെ ഒരു മണം നമ്മളിലേക്കും വരാൻ നമ്മളൊക്കെ തയ്യാറാവുകയെന്നല്ലാതെ സഹോദരങ്ങളെ അസൂയ വെച്ചിട്ടോ എതിർക്കാനോ ഇറങ്ങി ആര് വന്നാലും അവരൊക്കെ പരാജയപ്പെട്ട് മുട്ടുകുത്തിയ സംഭവമേ മഹാനരായ എ പി ഉസ്താദിന്റെ 50, 60ഓളം 65ഓളം ആ ചരിത്ര പ്രസിദ്ധമായ ദഅ്വാ പ്രചരണ പ്രബോധനത്തിന്റെ കാലഘട്ടം തെളിയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനരായ എ പി ഉസ്താദ് കർണാടക യാത്ര നടത്തുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. കർണാടകയിൽ ഒരു പുതിയൊരു അധ്യായം സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വാ രംഗത്ത്, അത് തന്നെ കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ 25ാം ഐതിഹാസിക സിൽവർ ജൂബിലി ആഘോഷം വരുന്നതിന് മുമ്പ് മഹാനരായ എ പി ഉസ്താദിന്റെ 7ഓളം ദിവസം നിൽക്കുന്ന കർണാടക യാത്രയോടെ ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കർണാടകത്തിന്റെ മണ്ണിൽ നിന്നും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധം വെച്ച് പുലർത്തുന്ന എല്ലാ കുബുദ്ധികളുടെയും പ്രവർത്തനം അതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്.